ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എന്ന സിനിമ കണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ആട് മൂവി ഫ്രാഞ്ചൈസിന്റെ ഒരു ഫാൻ എന്ന നിലയിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ FDFS കണ്ട് ഞാൻ വന്നതേ ഉള്ളൂ. കാരണം 1ഉം 2 എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ OTTയിൽ വളരെയധികം നമ്മളെ വിസ്മയിപ്പിച്ച ഒരു രണ്ട് സിനിമകളാണ്, നമ്മളെ വളരെയധികം ചിരിപ്പിച്ച രണ്ട് സിനിമകളാണ് 1ഉം 2ഉം. പക്ഷെ 1ഉം 2ഉം എന്ന സിനിമകൾ കണ്ട് 3നെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ജോൺറയാണ്. പക്ഷെ ആ സിറ്റുവേഷണൽ കോമഡീസും അതേപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും അവരുടെ കാര്യങ്ങളും ഒക്കെ 3യിലും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ട്രെയിലറിലും ബാക്കി പോസ്റ്റേഴ്സിലും ഒക്കെ കണ്ട പോലെ തന്നെ ഡിഫറെൻറ്റ് കാലഘട്ടങ്ങൾ കാണിക്കുന്ന സിനിമയാണ് ആട് 3. ആ ക്യാരക്ടേഴ്സിനൊക്കെ പോർട്രേ ചെയ്യുന്നത് ഈ ജയസൂര്യയും വിനായകനും ആ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏറ്റവും പോസിറ്റീവ് പറയാനാണെങ്കിൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് തന്നെയാണ്. എസ്പെഷ്യലി എനിക്ക് വിനായകൻ്റെയും ജയസൂര്യയുടെയും പെർഫോമൻസ് ആണ് ഇഷ്ടമായത്. വിനായകൻ അടിക്കുന്ന ചില കൗണ്ടേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ 1ലും 2ലും കണ്ടതാണ്. അതേപോലെ തന്നെ 3യിലും വന്നിട്ടുണ്ട്. ദാമോദരൻ ഉണ്ണി മകൻ ഡെൽമോൻ ഇടക്കൊച്ചിയുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഷാൻ റഹ്മാൻ എന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ കംബാക്കാണ്. നമ്മൾ ബബ്ബായിലൊക്കെ ഇദ്ദേഹത്തെ കുറേ അധികം ട്രോൾ ചെയ്തതാണ്. അതുപോലെ കരം എന്ന് പറഞ്ഞ സിനിമയിൽ ഫൈറ്റ് സീനിൽ ചെണ്ട ബീജിയം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇദ്ദേഹത്തെ ട്രോൾ ചെയ്യണം. പക്ഷേ ആട് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിലേക്ക് എത്തുമ്പോൾ ഷാൻ റഹ്മാൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് നമ്മൾ ഈ ഒരു സിനിമയിൽ കാണുന്നുണ്ട്. പിന്നെ ഡയറക്ഷനും സ്റ്റോറി റൈറ്റിങ്ങും സ്ക്രിപ്റ്റും ഒക്കെ വളരെയധികം നന്നായിട്ട് തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സും അത്യാവശ്യം നന്നായി തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമഡീസും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൾക്കാരെ ക്രിഞ്ചടിപ്പിക്കാതെ ഉള്ള കോമഡീസും കാര്യങ്ങളൊക്കെ എല്ലാം ഒത്തുവന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത പാർട്ടിലേക്ക് വെയിറ്റിംഗ് ആണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ചിത്രം നിർത്തിവെച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് സമകാലീന പ്രസക്തികൾ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന സിനിമയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും വാലിഡ് ആയിട്ടുള്ള കുറേ കൗണ്ടേഴ്സും ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആണ്. പാർട്ട് 2ലേക്ക് കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.